എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു മാംഗോ ജാമാണ്. കളേഴ്സും പ്രിസർവേറ്റീവ്സും ഒന്നും ചേർക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മാംഗോ ജാമാണ്. അപ്പോൾ മാംഗോ ജാം തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ ഒരു വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മധുരമുള്ള നാര് ഉറവുള്ള മാങ്ങ നോക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം. ആദ്യം നമുക്ക് മാങ്ങ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വയ്ക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് അല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുക്കാം. മാങ്ങ അരിഞ്ഞു കിട്ടാൻ പാകത്തിന് മാത്രം വെള്ളം ചേർത്താൽ മതി. ഇപ്പം മാങ്ങ നല്ല സ്മൂത്തായി അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്, നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് മാറ്റാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര ചേർക്കുകയാണ്. പഞ്ചസാര മാങ്ങയുടെ മധുരം അനുസരിച്ച് ചേർക്കാം. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി. അപ്പം മധുരം കുറവുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല മധുരം ചേർത്ത് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പഞ്ചസാര നന്നായിട്ട് അതിലേക്ക് അലിഞ്ഞു ചേരുന്നതുവരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പഞ്ചസാരയും കൂടി അലിഞ്ഞു ചേർന്നപ്പോൾ നല്ല ലൂസായി വന്നിട്ടുണ്ട്. നമ്മളത് നിർത്താതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഓരോ മിനിറ്റ് കഴിയും തോറും ഇതിൻ്റെ ലൂസായിട്ടുള്ള പരുവം മാറി കട്ടിയായിട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് പഞ്ചസാരയെല്ലാം അലിഞ്ഞു ചേർന്ന് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് അതൊന്ന് കുറുകി വരുന്നതുവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പം ജാമിൻ്റെ പരുവമായിട്ട് ഏകദേശം വന്നിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമെല്ലാം പൂർണ്ണമായിട്ട് മാറി കട്ടിയായിട്ട് വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇനി ഇത് കറക്റ്റ് പരുവമായി എന്നറിയാൻ വേണ്ടി നമുക്ക് ഒരു ഡ്രൈ ആയ പ്ലേറ്റിലേക്ക് അല്പം ഒന്ന് ഒഴിച്ചു നോക്കാം. പ്ലേറ്റ് ചരിച്ചു പിടിക്കുമ്പോൾ പ്ലേറ്റിൽ നിന്ന് ഒഴുകി പോകാതെ നിൽക്കുകയാണെങ്കിൽ അത് കറക്റ്റ് പരുവമായെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്ലേറ്റിൽ ഒഴിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതിൽ പൂർണ്ണമായിട്ട് അതിലുള്ള വെള്ളത്തിൻ്റെ അംശമെല്ലാം മാറി കറക്റ്റ് പരുവമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. ജാറിൽ ഒട്ടും നനവുണ്ടായിരിക്കാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ജാം റെഡിയായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ഏകദേശം ഒരു 3 മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.